ദ ഒഡീസി കണ്ടു, ഒരു നോളൻ സിനിമ. അതാണ് ഇതിന്റെ ഏറ്റവും വലിയ പോസിറ്റീവ് റിവ്യൂ തന്നെ. ആ നോളൻ സിനിമയോട് എന്നതിനോട് ജസ്റ്റിഫൈ കൊടുക്കുന്ന വെൽ മെയ്ഡ് ആയിട്ടുള്ള ഒരു സുപ്പീരിയർ ക്വാളിറ്റി എന്റർടൈൻമെന്റ് ആണ് ദ ഒഡീസി. അപ്പോൾ ഫസ്റ്റ് ഓഫ് ഓൾ വെൽക്കം ടു ജോ മൂവി വേൾഡ്. നമ്മൾ ഇന്നത്തെ ടോപ്പിക് ദ ഒഡീസിനെ കുറിച്ചിട്ടാണ്. ഒഡീസിനെ കുറിച്ച് പറയാനാണെങ്കിൽ ഇതൊരു ഗ്രീക്ക് മെത്തഡോളജി, ഗ്രീക്ക് നോവൽ, അതിന് കൺസെപ്റ്റ് വെച്ചിട്ട് ഗ്രീക്ക് ദൈവങ്ങളും ഗ്രീക്ക് അങ്ങനത്തെ ഒരു കൺസെപ്റ്റിൽ വന്നിട്ടുള്ള ഒരു കഥയാണ്. എനിക്ക് പക്ഷെ അതിനെ കുറിച്ചിട്ട് ഒരു ഫോളോ അപ്പ് വളരെ കുറവാണ്. ഞാൻ ഈ പടത്തിനെ ഒരു ഫ്രഷ് എന്ന രീതിയിലാണ് സമീപിച്ചേക്കുന്നത്. നിങ്ങളും അങ്ങനെ സമീപിക്കുകയായിരിക്കും ഏറ്റവും ബെസ്റ്റ്. ഇതിനെക്കുറിച്ച് പഠിച്ച് ഗവേഷണം നടത്തി ഇതിന്റെ ഗ്രീക്ക് മെത്തഡോളജി ആകെ അരച്ച് കലക്കിയിട്ടാണ് നിങ്ങൾ വരണമെങ്കിൽ നിങ്ങൾക്ക് ചിലപ്പോൾ പല കാര്യങ്ങളും, പല കഥാപാത്രങ്ങളും, അവരുടെ വളർച്ചയും അവരുടെ ഗ്രോത്തും എൻഡിങ്ങും ഒക്കെ എങ്ങനെയാണ് നിങ്ങൾക്ക് ഇൻഫ്ലുവൻസ് ചെയ്യാൻ പോകുന്നത് എനിക്കറിയില്ല. ചിലപ്പോൾ അതിൽ വ്യത്യാസങ്ങൾ ഉണ്ടായിരിക്കാം, ചിലപ്പോൾ നിങ്ങൾ സാറ്റിസ്ഫൈഡ് ആയിരിക്കാം, അല്ലായിരിക്കാം. പക്ഷെ ഒരു ഫ്രഷ് സിനിമ, ഒരു സിനിമാറ്റിക് മേക്കിംഗ്, ഒരു സുപ്പീരിയർ ക്വാളിറ്റി, അത് ഏത് കാറ്റഗറിയാണെങ്കിലും ആർട്ട് വർക്ക്, സിനിമാറ്റോഗ്രാഫി, VFX, ആക്ടിങ്, മ്യൂസിക്, എല്ലാത്തിലും എങ്ങനെ ഓൾമോസ്റ്റ് പെർഫെക്ഷൻ കൊടുത്തിട്ട് ഒരു സിനിമ അത് ജനങ്ങളുടെ മുമ്പിലേക്ക്, അല്ലെ ഓഡിയൻസിന് മുമ്പിലേക്ക് എത്തിക്കാമെന്നതിന്റെ ഏറ്റവും പെർഫെക്റ്റ് എക്സാമ്പിൾ ആണ് ക്രിസ്റ്റഫർ നോളന്റെ ദ ഒഡീസി. അങ്ങയുടെ സ്ക്രിപ്റ്റ് ആയാലും ഡയറക്ഷൻ ആയാലും വിഷൻ ആയാലും എങ്ങനെ ഒരു കൺസെപ്റ്റിനെ അല്ലെങ്കിൽ ഒരു സ്റ്റോറീനെ വളരെ എൻഗേജിങ് ആക്കിയിട്ടും ഒരേ സമയം സിനിമാറ്റിക്കലി ബ്രില്യന്റ് ആക്കിയിട്ടും പ്രസന്റ് ചെയ്യുക. ക്യാരക്ടർ ഡെപ്ത് വേണം ഒരു സൈഡില്, പെർഫോമൻസ് വേണം, അതേസമയം നമുക്കൊരു ഗ്രാൻഡ്, ഒരു അപ്പീലിംഗ് ഉള്ള ഒരു സിനിമ കാണുന്ന ഒരു ഫീലും ആളുകളിലേക്ക് എത്തണം. ഇത് മൂന്നും എത്തിക്കുക എന്ന് പറയുന്നത് ചലഞ്ചിങ് ആണ്. ഇതില് ഒന്നും തന്നെ എത്തിക്കാം, ഏതെങ്കിലും ഒന്നിൽ ഫോക്കസ് ചെയ്ത് പോകാൻ തന്നെ ബുദ്ധിമുട്ടാണ്. അതായത് ക്യാരക്ടർ ഡെപ്ത് മാത്രം ഫോക്കസ് ചെയ്യുകയാണെങ്കിൽ അതും ടെക്നിക്കൽ സുപ്പീരിയറിറ്റിയും ഈ ആക്ടിങ്ങും പിന്നെ എന്റർടൈൻമെന്റ് ഫാക്ടറും എല്ലാം ഒരുമിച്ച് ഒരു പടത്തിൽ കൊണ്ടുവരിക എന്ന് പറയുന്നത് നോളന്റെ ഒരു ട്രേഡ് മാർക്കാണ്. അത് നോളന്റെ ഫിലിമോഗ്രാഫിയിൽ മൊത്തം അത് പ്രകടമാണ്. ഇത് ലേറ്റസ്റ്റ് എക്സാമ്പിൾ ആണ്. ഇതിൽ ഭയങ്കര ബിഗ് കാസ്റ്റിംഗ് ആണ്. ഞാൻ പറഞ്ഞില്ലേ, ഇതിലത്തെ ഈ കാസ്റ്റിങ്ങിനെ കുറിച്ച് ഞാൻ പറയാൻ പോണത് അവരുടെ പെർഫോമൻസിനെ കുറിച്ചാണ് പറയാൻ പോണത്. അല്ലാണ്ട് അവർ പോർട്രേ ചെയ്ത ഈ പറഞ്ഞ ഗ്രീക്ക് കഥാപാത്രങ്ങളുടെ അക്യൂറസി എത്രയാണെന്ന് എനിക്കറിയില്ല. അത് അറിയണവര് അതനുസരിച്ചിട്ട് നിങ്ങൾക്ക് വിലയിരുത്താം. ഞാൻ പറയുകയാണെങ്കിൽ ഇതിൽ പെർഫോമൻസ്, ഇതിൽ കുറെ കഥാപാത്രങ്ങളുണ്ട്. ഇതിൽ ടോം ഹോളണ്ട് കഥാപാത്രത്തെ കുറിച്ച് പറയുകയാണെങ്കിൽ കുഴപ്പമില്ല, അത്യാവശ്യം നീറ്റായിട്ട് ചെയ്തു എന്ന് എനിക്ക് പറയാൻ പറ്റുള്ളത്. പക്ഷെ സീൻസ് കുറവായി. സെന്റേനെ ഏതാണ്ട് ഒരു മാർക്കറ്റിംഗ് എന്ന പോലെയാണ് കാസ്റ്റ് ചെയ്ത പോലെ എനിക്ക് തോന്നിയത്. ആരും മോശമാക്കുന്നല്ല, പക്ഷെ അങ്ങനെ ഒരു ഫീൽ തോന്നി. പിന്നെ ചാർലിസ് തെറോൺ കുറച്ചുള്ളൂ, പക്ഷെ ആളുടെ റോള് ഒരു പ്രത്യേക ക്യാരക്ടറാണ്. അത് അതനുസരിച്ചിട്ടുള്ള പ്രത്യേക ഓറ വേണമെന്ന് തോന്നി കാസ്റ്റ് ചെയ്തതുണ്ട്. അത് വർക്കൗട്ടാണ്. പിന്നെ ഇംപ്രസീവ് ആയിട്ട് തോന്നി കുറച്ച് ആൾക്കാർ എന്ന് പറയുന്നത് ആനി ഹേത്വേ. ആ ഒരു വർഷങ്ങളുടെ എക്സ്പീരിയൻസ്, ആനി ഹേത്വേയുടെ ഡിഫറെന്റ് റോള് എങ്ങനെയൊക്കെ പെർഫെക്ഷനിൽ ആ ഒരു നാച്ചുറാലിറ്റി കീപ്പ് ചെയ്തിട്ട് ഒപ്പം തന്നെ ഒരു സ്ക്രീൻ പ്രസൻസും കൊടുത്ത് ആക്ടിങ്ങും സ്ക്രീൻ പ്രസൻസും ആ ഒരു സ്റ്റൈലിഷ് അപ്പിയറൻസും എല്ലാം കൂടി ആനി ഹേത്വേയുടെ ക്യൂൻ കഥാപാത്രം അടിപൊളിയായിട്ട് ചെയ്തിട്ടുണ്ട്. പിന്നെ റോബർട്ട് പാറ്റിസൺ ടൂലൈറ്റ് ഒക്കെ കണ്ടുകൊണ്ടിരിക്കുന്നപ്പോൾ ഞാൻ ഒരിക്കലും പോലും പ്രതീക്ഷിച്ചിട്ടില്ല ഈ പഹയൻ ഈ റേഞ്ച് ആക്ടറായി മാറുമെന്ന്. ബാറ്റ്മാനിൽ വേറൊരു ആക്ടിങ് കണ്ടു, കുറെ പടങ്ങളിൽ ഡിഫറെന്റ് ആക്ടിങ് ആണ് ഇപ്പൊ മുപ്പര് ചെയ്യുന്നത്. ഇതിലാണെങ്കിൽ ഒരു പ്രത്യേക ക്യാരക്ടർ, ആ ക്യാരക്ടറിന്റെ പല മാനറിസങ്ങൾ, ഡയലോഗ് ഡെലിവറി, ബോഡി ലാംഗ്വേജ്, റോബർട്ട് ഈസ് ഷൈൻ ചെയ്തെന്ന് പറയാം ഈ പടത്തില്. പിന്നെ ഈ പടത്തിന്റെ ടൈറ്റിൽ റോള് എന്ന് പറഞ്ഞ പോലെ ഇതിലേക്ക് എത്തിക്കുന്നത് മാറ്റ് ഡാമൻ ആണ്. അങ്ങേർക്ക് ഫുൾ മാർക്കാണ്. അങ്ങേരുടെ ഹാർഡ് വർക്ക്, ബോഡി ട്രാൻസ്ഫോർമേഷൻ, ഫിസിക്കൽ ലാംഗ്വേജ്, അതിൽ കൊടുക്കുന്ന എഫോർട്ട്, ഈവൻ പല ടൈപ്പ് മോഡുലേഷനിലുള്ള പല ഇന്റൻസ് ആയിട്ടുള്ള സീനുകള്, ഒപ്പം തന്നെ ഭയങ്കര ആക്ഷൻസും കൈകാര്യം ചെയ്യണം. ഇത് രണ്ടും മൂപ്പര് വളരെ എന്താ പറയാ അച്ചടക്കത്തോടും വളരെ പെർഫെക്ഷൻ ആയിട്ടും ചെയ്തിട്ടുണ്ട്. അതില് മാറ്റ് ഷോള ആണ് കഥയാ, അങ്ങനെയാണ് കഥ മൊത്തം കൊണ്ടുപോകുന്നത്. ബാക്കി ഈ പറഞ്ഞ ആൾക്കാരൊക്കെ അതിന്റെ സ്ട്രോങ് സപ്പോർട്ടിങ് റോളാണ്. മാറ്റ് ഫുൾ മാർക്കാണ്, ഒന്നും പറയാനില്ല. പിന്നെ ഞാൻ പറഞ്ഞില്ല, ഇതില് മ്യൂസിക് ലൂഡ്വിങ് ആണ് മ്യൂസിക് കൊടുത്തേക്കുന്നത്. ഇപ്പോൾ റീസെന്റ് ഓസ്കാർ ഒക്കെ വന്ന ആളാണ്. ആളെ സ്റ്റാൻഡേർഡ് ഇതിൽ കാണാൻ സാധിക്കും. പിന്നെ ഇതിൽ ടെക്നിക്കൽ ആയിട്ടില്ല, അതൊക്കെ അറിയില്ല ആരൊക്കെ ചെയ്തിരുന്നു. ആർട്ട് വർക്ക്, സെറ്റ് ഇട്ടേക്കണത്, VFX, അല്ലെങ്കിൽ VFX ഒക്കെ എത്രത്തോളം ഉണ്ടെന്ന് തന്നെ ചിലപ്പോൾ കുറവായിരിക്കാം. എല്ലാ വർക്കുകളും ഇതിൽ ഗംഭീരാണ്. പിന്നെ എഡിറ്റിങ്, ജെന്നിഫർ എന്ന് തോന്നുന്നു, എഡിറ്റിങ് വളരെ എന്താ പറയാ ടോപ്പ് നോട്ട്സ്. അതായത് പറഞ്ഞാൽ പിടിച്ചിരുത്തണ്ടേ, ലാഗ് അടിക്കാണ്ട്. ഫസ്റ്റ് ഹാഫ് ഞങ്ങൾക്ക് ലാഗ് തോന്നണവരത്തിപ്പോൾ തോന്നുന്നു, എനിക്ക് തോന്നിയിട്ടില്ല. എനിക്ക് വളരെ എൻഗേജിങ് ആയിരുന്നു ഫസ്റ്റ് ഹാഫ്. സെക്കൻഡ് ഹാഫ് ആയാലും ശരി, പലതരത്തിൽ നമ്മളെ പല മോഡ് ഓഫ് എന്റർടൈൻമെന്റ് രീതിയിൽ പിടിച്ചിരുത്തിയിട്ടുണ്ട്. ചില ഹാൻഡ് ടു ഹാൻഡ് സംഭവങ്ങളുണ്ട്. പിന്നെ ഇത് എയർ റേറ്റഡ് ആണ്, കുറച്ച് അമ്മാതിരി സീനുകൾ ഉണ്ട്. അപ്പൊ ഇത് സ്ട്രിക്ട്ലി ഫോർ അഡൽട്സ് ആണ്, കിഡ്സിന് വേണ്ടിയുള്ള പടമല്ല. അങ്ങനത്തെ സാധനങ്ങളുണ്ട്. അപ്പൊ അത് ഉണ്ട്. പിന്നെ ഇതില്
ഞാൻ പറഞ്ഞില്ലേ ഈ പടത്തിന്റെ ബ്രെയിൻ അല്ലെങ്കിൽ ഇതിന്റെ ഫുൾ ക്യാപ്റ്റൻ എന്ന് പറയുന്ന ആള് ആദ്യമേ തന്നെ പറഞ്ഞുകൊണ്ടിരുന്ന ആൾ തന്നെയാണ് ക്രിസ്റ്റഫർ നോളൻ. മൂപ്പരാണ് ഇതിന്റെ മൊത്തത്തിൽ. ഈ പറഞ്ഞ മാറ്റ് ഡാമനാണ് മൂപ്പരുടെ മെയിൻ ആള്. പിന്നെ ഈ പറഞ്ഞ സപ്പോർട്ടിങ് റോളുകൾ എല്ലാം കൂടി ചേർന്നപ്പോൾ ഒഡീസി ഒരു മസ്റ്റ് വാച്ച് ആണ്. നിങ്ങളൊരു നല്ലൊരു സിനിമ ഞാൻ പറഞ്ഞില്ലേ, ആ ഒരു നോവൽ അല്ലെങ്കിൽ ആ ഒരു സംഭവം നിങ്ങൾ തലക്കി പിടിച്ചിട്ട് നിങ്ങൾ പോവുകയാണെങ്കിൽ എങ്ങനെയാണെന്ന് എനിക്കറിയില്ല. പക്ഷെ ഒരു സിനിമാറ്റിക് ഇവന്റ് നിങ്ങൾക്ക് കാണണമെങ്കിൽ ഒഡീസി നിങ്ങൾ കാണണം, കണ്ടിരിക്കണം. അപ്പോൾ നിങ്ങളുടെ ഏറ്റവും ബിഗ്ഗസ്റ്റ് സ്ക്രീനിൽ നല്ല സൗണ്ടുള്ള സ്ക്രീനിൽ പോയി കഴിഞ്ഞാൽ നിങ്ങൾക്ക് വളരെ നല്ല അതിൻ്റെ ഒരു പൂർണ്ണതയോടെ എൻജോയ് ചെയ്യാൻ പറ്റും. അപ്പോൾ നിങ്ങൾ കാണുക, നിങ്ങൾ അഭിപ്രായം എന്ത് തന്നെയായാലും എന്നെ കമന്റ് സെക്ഷനിൽ പങ്കുവയ്ക്കുക. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് അടിക്കുക, കമന്റ് അടിക്കുക, സബ്സ്ക്രൈബ്, ഷെയർ ചെയ്യാം.